ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത്. But it is not done by the organization, it is done by the customers. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി നടത്തുന്നത് ആരാണ്? ഓർഗനൈസേഷൻ അല്ല, പകരം കസ്റ്റമേഴ്സാണ് എന്നാണ് പറയുന്നത്. സോ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ഈസ് ആൻ എസെൻഷ്യൽ, ഇറ്റ്സ് എ റെലവൻറ്റ് പാർട്ട് ഓഫ് പ്രൊമോഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഇൻ ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇത്. We can see a picture in which one circle shows the customer experience, second circle shows the marketing. So the sweet spot called the word of mouth marketing എന്നുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ആ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒരു പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുന്നതിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഫ്രം ദാറ്റ് എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിവരം എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ഓർ ത്രൂ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിങ്ങിലൂടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി നേടിയെടുക്കുന്നു. ഹി പാസ് ദ ഇൻഫോർമേഷൻ ടു ദി റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ് എക്സെട്ര. അയാൾ എന്ത് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻസിനെ എന്ത് ചെയ്യുന്നു, തൻ്റെ കൊളീഗ്സിനും മറ്റുള്ളവരിലേക്കൊക്കെ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. സോ ഈ കസ്റ്റമർ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാകുന്ന ഒരു ഇൻഫോർമേഷൻ, മാർക്കറ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന ഒരു ഇൻഫോർമേഷൻ, അതിനെന്ത് ചെയ്യുന്നു, അത് രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ് സത്യത്തിൽ എന്ത് സ്വീറ്റ് സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്നറിയപ്പെടുന്നത് അതാണ്. വേർഡ് ഓഫ് മൗത്ത്, it refers to the act of consumers providing the information to the other consumers. ഒരു ഉപഭോക്താവ് മറ്റുള്ള ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യുന്നു, വിവരങ്ങളെ കൈമാറ്റം ചെയ്യുന്ന, അറിവുകളെ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളത്. It refers to the act of consumers providing information to the other consumers. In word of mouth, a consumer providing some information regarding a product or service to the other consumers for the purpose of others' beneficial. എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് മറ്റുള്ള ഉപഭോക്താക്കളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് വിവരങ്ങളെ, ഇൻഫോർമേഷൻസിന്, ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടോ, ഒരു സർവീസുമായി ബന്ധപ്പെട്ടോ, ഒരു അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളത്. കസ്റ്റമർ ടു കസ്റ്റമർ ഓർ കൺസ്യൂമർ ടു കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഓഫർ ആവാം, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് ഓഫർ ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈസിനെ കുറിച്ചാവാം, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാവാം. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാം, ഒരു കൺസ്യൂമർ മറ്റ് കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് വേർഡ് ഓഫ് മൗത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്, giving people a reason to talk about your product and services and making it easier for that conversion to take place. Giving people a reason to talk about your products and services. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് സംസാരിക്കുവാനുള്ള ഒരു കാരണം, ആളുകൾക്ക് സംസാരിക്കുവാനുള്ള ഒരു കാരണമായിട്ട് ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റോ സർവീസോ മാറുകയാണെങ്കിൽ അതാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിലുള്ള വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ സെയിൽസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുവാൻ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ബിൽഡിംഗ് ആക്റ്റീവ് മ്യൂച്വലി ബെനിഫിഷ്യൽ കൺസ്യൂമർ ടു കൺസ്യൂമർ ആൻഡ് കൺസ്യൂമർ ടു മാർക്കറ്റർ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ബിൽഡിംഗ് ആക്റ്റീവ് മ്യൂച്വലി ബെനിഫിഷ്യൽ കൺസ്യൂമർ ടു കൺസ്യൂമർ ആൻഡ് കൺസ്യൂമർ ടു മാർക്കറ്റർ കമ്മ്യൂണിക്കേഷൻ. ഉപഭോക്താക്കൾ മറ്റു ഉപഭോക്താക്കളുമായിട്ടും, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് എന്ത് ചെയ്യുന്നു, മറ്റുള്ള
ഒരു മാർക്കറ്ററുമായിട്ടുമുള്ള ആശയവിനിമയത്തിന് ആശയവിനിമയം സാധ്യമാക്കുന്നതിനുള്ള ഒരു കലയാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രമാണെന്ത് ഈ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് is equal to C2C conversation, കൺസ്യൂമർ ടു കൺസ്യൂമർ കോൺവെർസേഷൻ. ഒരു കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമറുമായിട്ട് എന്ത് ചെയ്യുന്നു, കോൺവെർസേഷൻ നടത്തുന്നതാണ് ഇത്, ആശയവിനിമയം നടത്തുന്നതാണ് ഇത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൽ വരുന്നത്. There are two types of word of mouth marketing, that is offline marketing and online marketing. In offline marketing, passing the information along to the family, friends, relatives, etc. എന്ത് ചെയ്യുന്നു, ഓഫ്ലൈൻ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, സം ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഉള്ള ചില ഇൻഫോർമേഷൻസിനെ എന്ത് ചെയ്യുന്നു, ഫാമിലിക്ക്, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഓൺലൈൻ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്, ദാറ്റ് ഈസ് കോൾഡ് EWOM, ഇലക്ട്രോണിക് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്, a blogger transmit some information regarding a product or service to all the clients or all the viewers. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോഗർ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എന്ത് ചെയ്യുന്നു ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, തൻ്റെ ബ്ലോഗിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോഗർ തൻ്റെ ബ്ലോഗിലൂടെ എന്ത് ചെയ്യുന്നു, തൻ്റെ യൂസേഴ്സിന് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ക്ലയൻസിന്, തൻ്റെ വ്യൂവേഴ്സിന് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ഓൺലൈൻ ആയിട്ടുള്ള വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വൈ ഈസ് ദിസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് വളരെ പ്രാധാന്യമുള്ളതാകുന്നത്? ദ ആവറേജ് പേഴ്സൺ സീസ് ഓവർ 3000 അഡ്വർടൈസിങ് മെസ്സേജസ് എവറി ഡേ. ഒരു ദിവസം എന്ത് ചെയ്യുന്നു, 3000-ലധികം അഡ്വർടൈസിങ് മെസ്സേജുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ശരാശരി മനുഷ്യൻ എന്ത് ചെയ്യുന്നു, കാണുന്നുണ്ട്. ബട്ട് ഹൗ മച്ച് ആർ ദീസ് മെസ്സേജസ്? പക്ഷെ ഇതിലേതൊക്കെയാണ് മെസ്സേജസ് ആയിട്ടുള്ളത്? നമ്മൾ കാണുന്നതിൽ തന്നെ നമ്മൾ ഏതൊക്കെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിയലിസ്റ്റിക്കലി ഹൂ ഡു യു ട്രസ്റ്റ് മോർ? ബ്രാൻഡുകളെയാണോ അല്ലെങ്കിൽ പീപ്പിളിനെയാണോ? ആളുകളെയാണോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെയാണോ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുക? യെസ്, വി കൺസിഡർ ദി പീപ്പിൾ ആസ് ദി മോസ്റ്റ് ട്രസ്റ്റഡ് വൺ. ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ ആരെയാണ് കാണുക? പീപ്പിളിനെയാണ്. സോ എന്ത് ചെയ്യുന്നു, പീപ്പിളിലൂടെ എന്ത് ചെയ്യുന്നു, ആളുകളിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചൊക്കെ മറ്റൊരാൾ അറിയുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവായിരിക്കും. പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ. ആളുകൾ എന്ത് ചെയ്യുന്നു, ആളുകളെയാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ ബ്രാൻഡുകളെയല്ല. സോ നോട്ട് മാർക്കറ്റേഴ്സ് ഓർ അഡ്വേർട്സ്. അതായത് മാർക്കറ്റേഴ്സിനെയോ അഡ്വേർട്സിനെയോ ഒന്നുമല്ല എന്ത് ചെയ്യുന്നത്, ആളുകൾ വിശ്വസിക്കുന്നത്. ആളുകളെ തന്നെയാണ്, പീപ്പിളിനെ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. നോട്ട് ഈവൻ ബ്രാൻഡുകളെ പോലുമല്ല. സോ ദ പവർ ഹാസ് ഷിഫ്റ്റഡ് ടു ദി കൺസ്യൂമർ. എന്ത് ചെയ്യുന്നു, ഒരു പവർ എന്ത് ചെയ്യുന്നു, ഒരു ബൈയിങ് പവർ കാര്യങ്ങളൊക്കെ ആരിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ എന്ത് ചെയ്യുന്നു, പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ. ആളുകളെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എ ഫ്യൂ തിങ്സ് വി സീം ടു ഹാവ് ഫോർഗെറ്റൻ. എ ഗ്രേറ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് വിൽ ഗോ ദ ഫർദസ്റ്റ്. ഒരു ഗ്രേറ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു, ദീർഘകാലത്തേക്ക് ഒരു കസ്റ്റമറെ നിലനിർത്തുന്ന ഒന്നാണ്. യുവർ ബ്രാൻഡ് ഈസ് ഹൗ യുവർ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇറ്റ്. നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കസ്റ്റമർ എങ്ങനെയാണ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നതനുസരിച്ചാണ്. എ ഹാപ്പി കസ്റ്റമർ ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് അഡ്വക്കേറ്റ്. ഒരു ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമർ ആയിരിക്കും നിങ്ങളുടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മളുടെ ഒരു ബ്രാൻഡിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ വാദിക്കുവാനുള്ള ആളുകളുണ്ടാവും. കാരണം ഒരു നല്ല ഹാപ്പി കസ്റ്റമർ ആണെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ അതിനെതിരെ അഡ്വക്കേറ്റ് ചെയ്യുവാനുള്ള ആളുകളുണ്ടാവും എന്നാണ് പറയുന്നത്. റെക്കമെൻഡേഷൻ ആർ ദ മോസ്റ്റ് പവർഫുൾ ഫോം ഓഫ് മാർക്കറ്റിംഗ്. റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യുന്നു, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് എന്നാണ് പറയുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിനെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും ആ പ്രൊഡക്റ്റിൽ നിന്നും അയാൾക്ക് ഒരു റിസൾട്ട് കിട്ടി, സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്ന് കണ്ടാൽ എന്ത് ചെയ്യുന്നു, അയാളത് തൻ്റെ റിലേറ്റീവ്സിനോ ഫാമിലിക്കോ കൊളീഗ്സിനോ ഒക്കെ എന്ത് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ റെക്കമെൻഡേഷൻസ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു, മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണ്.
സോ വാട്ട് ക്യാൻ വി ഡു ആസ് മാർക്കറ്റേഴ്സ് ടു എൻഹാൻസ് വേർഡ് ഓഫ് മൗത്ത് കോൺവെർസേഷൻ? ഇത്തരത്തിലുള്ള വേർഡ് ഓഫ് മൗത്ത് കോൺവെർസേഷൻ, കസ്റ്റമർ ടു കസ്റ്റമർ കോൺവെർസേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മാർക്കറ്റേഴ്സിന് ചെയ്യാൻ സാധിക്കുക? ഗിവ് പീപ്പിൾ സംതിങ് ദാറ്റ്സ് വർത്ത് ടോക്കിംഗ് അബൌട്ട്. എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് സംസാരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ് ടൂൾസ് ദാറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു ഷെയർ ദെയർ ഒപ്പീനിയൻ. ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ്, ഈസിയർ ആയിട്ടുള്ള ടൂൾസ് കൊടുക്കുക എന്നുള്ളതാണ്. എംപവർ യുവർ കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ് സോ ദേ ബിക്കം യുവർ അഡ്വക്കേറ്റ്സ്. എന്ത് ചെയ്യുന്നു? തങ്ങളുടെ കസ്റ്റമേഴ്സിനെയും എംപ്ലോയീസിനെയും ഒക്കെ എന്ത് ചെയ്യുക? എംപവർ ചെയ്യുക, ഒരു കമ്പനി ശാക്തീകരിക്കുക. അതിലൂടെ എന്ത് ചെയ്യുന്നു? ദേ ബിക്കം ദി യുവർ അഡ്വക്കേറ്റ്സ്. അവരെന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അഡ്വക്കേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറും. അതായത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരായിട്ട് എന്ത് ചെയ്യും? മാറും എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ടു വേ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ചാനൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കമ്പനിക്ക് കസ്റ്റമേഴ്സുമായിട്ടും കസ്റ്റമേഴ്സ് കമ്പനിക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഉള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ് വേർഡ് ഓഫ് മൗത്ത് കോൺവെർസേഷന്. അതുപോലെ ലിസൺ ടു യുവർ കസ്റ്റമേഴ്സ് ദെൻ റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി ആൻഡ് ഹോണസ്റ്റ്ലി. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ, ഉപഭോക്താക്കളെ നിങ്ങൾ കേൾക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ വളരെ ജെൻറ്റിലായിട്ട് ഹോണസ്റ്റ്ലി എന്ത് ചെയ്യുക? നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതും വേർഡ് ഓഫ് മൗത്ത് കോൺവെർസേഷനെ എൻഹാൻസ് ചെയ്യുന്നതിന്, വിപുലീകരിക്കുന്നതിന് ആവശ്യമാണ്. പയനിയറിംഗ് ദി കൺസെപ്റ്റ് ഓഫ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. ജോർജ് സിൽവർമാൻ, എ സൈക്കോളജിസ്റ്റ്, experimented on a group of physicians discussing regarding new pharmaceutical products. One or two physicians with positive opinion of the drug swayed away the negative opinion and even the doubtful opinion physician towards the drug. The power of word mouth was noticed by the psychologist. ജോർജ് സിൽവർമാൻ എന്ന സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്തു? ഒരു കൂട്ടം ഫിസിഷ്യൻസിൽ എന്ത് ചെയ്തു? ഒരു പുതിയ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നു. അതിലൂടെ ഒരു പരീക്ഷണം നടത്തി. 1 or 2 physician with positive opinion of the drug save away from the negative opinion, even the doubtful opinion physicians towards the drug. എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ഒപ്പീനിയൻ ഉണ്ടായിരുന്ന ആളുകളുടേത് വരെ എന്ത് ചെയ്തു? നെഗറ്റീവ് ഒപ്പീനിയനിലേക്ക് സേവ്ഡ് അവേ ആയി. അതുപോലെ ഡൗട്ട്ഫുൾ ഒപ്പീനിയൻ വരെ അതിലേക്ക് മാറി എന്നുള്ളതാണ്. സോ പവർ ഓഫ് വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളത് അത്രത്തോളം വലുതാണ് എന്ന് ജോർജ് സിൽവർമാൻ എന്ത് ചെയ്തു? കണ്ടുപിടിക്കുവാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. Where does the word of mouth marketing fit into? When a product or service or concept is perceived to be expensive, complicated, new and innovative, mature with new ideas. പ്രൊഡക്റ്റുകൾ വളരെ ചിലവേറിയതാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, പുതിയതും ഏറ്റവും പുതിയ ടെക്നോളജി ഉള്ളതാണ്, പുതിയ ഐഡിയയുമായി മെച്യൂർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവിടെ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് വളരെ ആവശ്യമാണ്. When a product or service or concept needs repositioning, ഒരു പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നു? റീപൊസിഷനിങ് ആവശ്യമാണെങ്കിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പ്രോഡക്റ്റിനെ എന്ത് ചെയ്യണം? റീപൊസിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമാണ്. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൻ്റെ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണ്? 1, ക്വാളിറ്റിയാണ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കസ്റ്റമർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയുടെ അടിസ്ഥാനത്തിലാണ് ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ സംതൃപ്തി ഉണ്ടാകുന്നത് കസ്റ്റമേഴ്സിന്. സെക്കൻഡ് 1, കസ്റ്റമർ കെയർ. ബെസ്റ്റ് കസ്റ്റമർ കെയർ സർവീസ് മേക്ക് കസ്റ്റമർ ഫീൽ കംഫർട്ട് വിത്ത് ദി ഓർഗനൈസേഷൻ. ഏറ്റവും നല്ല കസ്റ്റമർ കെയർ സർവീസ് എന്ത് ചെയ്യുന്നു? ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നു? കസ്റ്റമർക്കൊരു കംഫർട്ട് നൽകുന്നു. അതുപോലെ വില്ലിങ്നെസ്. സം പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് അതേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൽ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യണം? മറ്റൊരു കൺസ്യൂമറിലേക്ക് ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസിനെ പാസ് ചെയ്യേണ്ടതുണ്ട്. സോ വില്ലിങ്നെസ് ആവശ്യമാണ്. സോ ചില ആളുകൾ എന്ത് ചെയ്യും? വില്ലിങ് ആയിരിക്കില്ല ഒരു ഇൻഫോർമേഷൻ മറ്റൊരാളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതൊരു പ്രശ്നമാണ്. സോ വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം. ക്വാളിറ്റി, കസ്റ്റമർ കെയർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നത്. 5 T's ഓഫ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൻ്റെ 5 T's ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1, ടോക്കേഴ്സ് ആണ്. Who will tell their friends about you? Second 1, topics. What will they talk about? Third 1, tools. How can you help the message travel? Next 1, taking part. When and how should you join the conversation?
ഫിഫ്ത്ത് വൺ ട്രാക്കിംഗ് വാട്ട് ആർ ദി പീപ്പിൾ സേയിങ് അബൌട്ട് യു. ഇത്രയും കാര്യങ്ങളാണ് 5 T's ഓഫ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൽ വരുന്നത്. ദെൻ പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുകയും കൺസ്യൂം ചെയ്യുകയും അതിലൂടെ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലെവലിലേക്ക്, ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്തുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് പോസിറ്റീവ് വേർഡ്സ് ആയിരിക്കും. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ ഒരു കമ്പനിയെക്കുറിച്ചോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിരിക്കും പാസ് ചെയ്യുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ, കസ്റ്റമർ ഡിലൈറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അയാൾ ഒരു ഹാപ്പി കസ്റ്റമർ ആയിരിക്കും. വൺ ഹാപ്പി കസ്റ്റമർ മൈ ടെൽ അറ്റ് ദ മാക്സിമം ജസ്റ്റ് 4 to 5 അതർ പീപ്പിൾ. ഒരു ഹാപ്പി കസ്റ്റമർ, ഒരു ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമർ, അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പ്ലഷർ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറാണ് ഹാപ്പി കസ്റ്റമർ. സോ ഒരു ഹാപ്പി കസ്റ്റമർ എന്ത് ചെയ്യും, ഏറ്റവും ചുരുങ്ങിയത് ആ പ്രോഡക്റ്റിനെ കുറിച്ച്, അയാൾ ഉപയോഗിച്ച ആ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ എന്ത് ചെയ്യും, 4 or 5 ആളുകളോട് എന്ത് ചെയ്യും, മാക്സിമം പറയുമെന്നാണ് പറയുന്നത്. സോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കോഫി ഒരു കോഫി കുടിച്ചപ്പോൾ നല്ല കോഫിയാണ്. സോ അയാൾ പറയുന്നത് ദ കോഫി ഈസ് വെരി ടേസ്റ്റ്, വെരി ഡെലീഷ്യസ്, ഗുഡ് അരോമ, ഇങ്ങനെയൊക്കെ പറയും ഇങ്ങനെ കുറേ വാക്കുകൾ ചേർത്തിട്ട് എന്ത് ചെയ്യും, മറ്റൊരാളോട് പറയും. അപ്പോൾ എന്ത് ചെയ്യും, മറ്റേ ആൾ പറയും ഐ വാണ്ട് ടു ടേസ്റ്റ് ഇറ്റ്, എനിക്കെന്ത് ചെയ്യേണ്ടതുണ്ട്, ആ കോഫി ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇന്ന ഹോട്ടലിലെ ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, സോ ഐ വാണ്ട് ടു ടേസ്റ്റ് ഇറ്റ്, എനിക്കത് ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അത്തരത്തിൽ എന്ത് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് ഓഫ് മൗത്ത് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. റിമാർക്കബിൾ പോസിറ്റീവ് എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വരുന്നത്. റിമാർക്കബിൾ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം ഉണ്ടാകുന്നു പോസിറ്റീവായിട്ടുള്ള. അതെന്തിലേക്ക് നയിക്കുന്നു, ലോയൽറ്റി, ബ്രാൻഡ് ലോയൽറ്റിയിലേക്ക് നയിക്കുന്നു. നിങ്ങളൊരു പ്രോഡക്റ്റിനെ യൂസ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിൽ നിന്ന് മാക്സിമം റിസൾട്ട്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. എഗെയിൻ ആൻഡ് എഗെയിൻ യു വിൽ പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾ സ്ഥിരമായിട്ട് ബൈ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ബ്രാൻഡ് ലോയൽറ്റി. ദെൻ ദാറ്റ് ലീഡ്സ് ടു ദി കസ്റ്റമർ റീറ്റെൻഷൻ. അതെന്തിലേക്ക് നയിക്കുന്നു, കസ്റ്റമറെ പിടിച്ചു വെക്കാൻ, ഒരു കമ്പനി ഒരു ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിർത്താൻ, വേറൊരു ബ്രാൻഡിലേക്ക് അവർ പോകില്ല. ഇതാണ് കസ്റ്റമർ റീറ്റെൻഷനിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ റിമാർക്കബിൾ പോസിറ്റീവ് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാകുന്ന മറ്റൊന്നാണെന്ത്, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ അക്വിസിഷനും ഗ്രോത്തും, പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും അതുപോലെ കസ്റ്റമർ ഗ്രോത്ത് ഉണ്ടാക്കുവാനും എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. ദെൻ പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, മോർ ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ഡിസിഷൻ. സെക്കൻഡ് വൺ, ഫ്രീ ഓഫ് കോസ്റ്റ്, ഇറ്റ് ഈസ് അൺപെയ്ഡ് ഫോം ഓഫ് സ്പ്രെഡ് ഓഫ് മെസ്സേജസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറോട് പറയാണ്, ഒരു കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യുന്നില്ല, ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇൻക്രീസ് ഗുഡ് വിൽ, ഒരു കമ്പനിയുടെ ഗുഡ് വിൽ എന്ത് ചെയ്യുക, വർദ്ധിക്കുവാൻ ഇത് കാരണമാകുന്നു. അതുപോലെ മേക്സ് ന്യൂ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ. ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറോട് റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം ചന്ദ്രികയുടെ പരസ്യം. റിയ ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്, ബാലു ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തതെന്ന് കേട്ടില്ല. അതുപോലെ ഒരു പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, പുതിയ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. വൺ ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമർ വിൽ ഷുവർലി ടെൽ അബൌട്ട് ഇറ്റ് ടു 10 to 11 അതർ പീപ്പിൾ. ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ, ഒരു അസംതൃപ്തനായിട്ടുള്ള ഒരു ഉപഭോക്താവ് എന്ത് ചെയ്യും, ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യും, 10 മുതൽ 11 ആളുകളോട് വരെ ആ വിവരം പാസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു, വളരെ മോശം ഫുഡാണെന്ന് കരുതുക. ഏറ്റവും ചുരുങ്ങിയത് ആ ഫുഡ് കഴിച്ച വ്യക്തി എന്ത് ചെയ്തു, ഏറ്റവും ചുരുങ്ങിയത് 10 മുതൽ 11 ആളുകളോട് വരെ എന്ത് ചെയ്യും, ആ വിവരത്തെ കൈമാറുമെന്നാണ് പറയുന്നത്. സോ എന്ത് ചെയ്യുന്നു, ഒരു ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമർ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡിസാറ്റിസ്ഫൈഡ് ആണ്, അയാൾക്ക് എക്സ്പെക്റ്റ് ചെയ്ത അത്ര റിസൾട്ട് ഒരു പ്രോഡക്റ്റിൽ നിന്നും കിട്ടിയിട്ടില്ല എങ്കിൽ
സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ നടക്കുന്നത് എന്താണ്, അയാൾ ആ വിവരത്തെ, ആ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിനെ, ഒരു ബാഡ് എക്സ്പീരിയൻസിനെ എന്ത് ചെയ്യും, അയാൾ പാസ് ചെയ്യും. ഏതിലൂടെ? വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ. എങ്ങനെ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യാം, വിവരം പാസ് ചെയ്യാം. അതായത് ഇന്ന പ്രൊഡക്റ്റ് വാങ്ങരുത്, ഈ പ്രൊഡക്റ്റ് വാങ്ങരുത്, വളരെ മോശമാണ് എന്ന് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും. സോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു രൂപമാണ് ബൈ യൂസിങ് സോഷ്യൽ മീഡിയ, ബൈ യൂസിങ് ബ്ലോഗ്, ബൈ യൂസിങ് ഇമെയിൽ. ഇങ്ങനെയുള്ള വ്യത്യസ്ത മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുക, ഈ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, after using a product, a person dissatisfied with that product, at that time that customer can use the social media and make a video regarding the dissatisfaction of the product. എന്ത് ചെയ്യുവാൻ സാധിക്കും, ഒരു കസ്റ്റമർ, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരത്തെ, ആ ഇൻഫോർമേഷൻസിന് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ മൂലം എന്ത് ചെയ്യുക, അറിയിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ലൈവ്, ഫേസ്ബുക്ക് വീഡിയോ, യൂട്യൂബ് വീഡിയോ തുടങ്ങിയ വ്യത്യസ്ത മാർഗ്ഗങ്ങളിൽ ഇതിലൂടെ എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വിവരം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, പാസ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സോ ചില പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഡിസാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഒരിക്കലും വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ബിവെയർ ചെയ്യുക, അല്ലെ, ആളുകളോട് എന്ത് ചെയ്യുക, ഒരു ബിവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ശ്രദ്ധാലുവാകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിൽ വിവരങ്ങൾ പാസ് ചെയ്യുവാൻ സാധിക്കും. സോ ഒരുപാട് അത്തരത്തിൽ ചെയ്യാറുണ്ട്. പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ പാസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഇത്, ഈ MG ഹെക്ടർ എന്ന് പറയുന്ന ഒരു കാർ ബ്രാൻഡ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ, സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നത്, MG ഹെക്ടർ എന്ന് പറയുന്ന വെഹിക്കിൾ എന്ത് ചെയ്തു, ഇൻ്റർനെറ്റ് എനാബിൾഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. ആ വാഹനം എന്ത് ചെയ്യുന്നു, ആക്സിഡൻ്റ് ആവുകയും അതിൻ്റെ കസ്റ്റമർക്ക്, അതിലുള്ള ഡ്രൈവർക്ക് എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, കമ്പനിയിൽ നിന്നും കോള് വരികയും താങ്കൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി. സോ എന്ത് ചെയ്യുന്നു, അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. സോ അതൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ചില പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, വളരെയധികം ഹൈപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, മാർക്കറ്റ് ചെയ്യാറുണ്ട്. സോ ജോളോ ചിപ്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അല്ലേ, ലോകത്തെ ഏറ്റവും എന്താണ് സ്പൈസിയസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ മാർക്കറ്റ് ചെയ്യുന്നത്. സോ പല കസ്റ്റമേഴ്സും എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, അത്രത്തോളം ഇത് ഉണ്ടായിട്ടില്ല, അവർക്ക് എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അവരത് നെഗറ്റീവ് ഇംപ്രഷനായിട്ട് മറ്റുള്ളവരിലേക്ക് വീഡിയോയിലൂടെയൊക്കെ എത്തിക്കുകയുണ്ടായി. അതാണ് ഇവിടെ പറയുന്നു, ദിസ് ഈസ് ദ വേസ്റ്റ് ഫുഡ് ഐ എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഫുഡാണെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്ന ഒരു കസ്റ്റമർ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ. സോ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരും പറയും, മീ ടു, ഐ വിൽ നെവർ വാൻ ഗോ ടു ദി റെസ്റ്റോറൻറ്റ്. ഞാൻ എന്ത് ചെയ്യുക, ഒരിക്കലും ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകില്ല എന്ന് മറ്റുള്ളവരും പറയുകയാണ്. സോ ബിഗ് നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്തിലേക്ക് കാരണമാകുന്നു, സ്വിച്ചിങ്ങിന് കാരണമാകുന്നു. സ്വിച്ചിങ് മീൻസ് വാട്ട്, ചേഞ്ചിങ് ഫ്രം വൺ ബ്രാൻഡ് ടു അനദർ ബ്രാൻഡ്. എന്ത് ചെയ്യുന്നു, ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അയാൾ മറ്റൊരു പ്രോഡക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് ഇത് സ്വിച്ചിങ് എന്നുള്ളത്. ബിഗ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ലീഡ്സ് ടു ദി സ്വിച്ചിങ്, that leads to the customer defection. Through next one, big negative experience leads to the negative word of mouth marketing that will lose the other customers and potential customers. നിലവിലുള്ള കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇനി ഭാവിയിൽ കസ്റ്റമേഴ്സ് ആവാൻ പോകുന്നവരെയും എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇത് നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത്. നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ഡിസ്ട്രോയിങ് ദി കമ്പനി ഇമേജ്. ഒരു കമ്പനിയുടെ ഇമേജിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് ഇത് നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഡിസ്ട്രോയിങ് കമ്പനി ഇമേജ് സ്പ്രെഡ് ക്വിക്കിലി. എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ആളുകളിലേക്ക് എത്തിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷൻ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ടു ബാക്ക് ടു ദി മാർക്കറ്റ് പ്ലേസ്. പഴയ ആ പൊസിഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ എന്ത് ചെയ്യും, പ്രയാസമായിരിക്കും, അല്ലേ. ഇവൻ നോക്കിയ എക്സാമ്പിളാണ്, നോക്കിയ എന്ത് ചെയ്യുന്നു,
പഴയ രീതിയിലേക്ക് പിന്നീട് എത്തിയിട്ടില്ലല്ലോ. അതുപോലെ കമ്പനികൾക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റ് പ്ലേസിലേക്ക് എത്താൻ സാധിക്കാതെ വരുമെന്നുള്ളതാണ്. അതുപോലെ എക്സാജറേറ്റ് ബൈ പേഴ്സൺ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസാറ്റിസ്ഫൈഡ് പീപ്പിൾ മേ ബിൽഡപ്പ് ദ നെഗറ്റീവ്നെസ് മോർ ദാൻ പെർസീവ്ഡ്. അതായത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ്സിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അവർ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന രീതി പേഴ്സൺസിനുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്നും എന്ത് ചെയ്തു ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഇംപ്രഷനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, എക്സാജറേറ്റ് ചെയ്ത് പറയുക, പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയാമെന്ന് പറയും. അത്തരത്തിൽ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ചേർത്ത് പറയുന്ന രീതി ആളുകൾക്കുണ്ട്. സോ അതും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൻ്റെ. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് അംബ്രല്ല ടേം. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. സോഷ്യൽ മാർക്കറ്റിംഗ്, ബസ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് 2.0, PR 2.0, ക്രൗഡ് സോഴ്സിംഗ്, വൈറൽ മാർക്കറ്റിംഗ്, സ്റ്റെൽത്ത് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, ടെസ്റ്റിമോണിയൽസ്, ബ്ലോഗ് മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് സീഡിംഗ്, സ്ട്രീറ്റ് മാർക്കറ്റിംഗ്, കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ്, ട്വിറ്റർ മാർക്കറ്റിംഗ്. ഇതൊക്കെ എന്താണ്, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്സ് ആണ്. ബ്ലോഗ് മാർക്കറ്റിംഗ്, ബ്ലോഗിൻ്റെ സഹായത്തോടു കൂടി മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ്. ഫുഡ് ബ്ലോഗ്സ് ഒക്കെ എക്സാമ്പിളാണ്. അതുപോലെ കോസ് മാർക്കറ്റിംഗ് ഉണ്ട്. കോസ് ഓർ ചാരിറ്റി മാർക്കറ്റിംഗ് ഈസ് വെൻ യു സപ്പോർട്ട് സോഷ്യൽ കോസസ് ടു ഏൺ റെസ്പെക്റ്റ് ആൻഡ് സപ്പോർട്ട് ഫ്രം പീപ്പിൾ who feel strongly about the cause. So they will spread good word of mouth and be a part of your company. കോസ് മാർക്കറ്റിങ്ങിൻ്റെ രീതി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ P&G എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ആളുകൾ വാങ്ങുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, സ്കൂളുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ശിക്ഷ എന്ന് പറയുന്ന ഒരു സ്കീമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കൊടുക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുന്നു, P&G പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അത് ഒരു സ്കൂൾ നിർമ്മിക്കുന്നതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ ആളുകൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ളൊരു ചാരിറ്റി മാർക്കറ്റിംഗ് രീതിയിലേക്ക് അത്തരത്തിൽ ചിന്തിക്കുകയും കമ്പനിയുടെ ഭാഗമായി മാറുകയും ചെയ്യും. ഒരു ഗുഡ് വേർഡ് ഓഫ് മൗത്താണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഗ്രാസ് റൂട്ട് മാർക്കറ്റിംഗ് ആണ്. ഇറ്റ് വർക്ക്സ് ബൈ പ്രൊമോട്ടിംഗ് യുവർ ബിസിനസ് ടു എ സ്മോൾ ഗ്രൂപ്പ് ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് യുവർ മെസ്സേജ് വിൽ സ്പ്രെഡ് ടു ലാർജ് ഓഡിയൻസ്. The goal is doing something that sparks one's personal interest, either because of heartfelt, intriguing, helpful, unconventional. അതുപോലെ ബസ് മാർക്കറ്റിംഗ് ആണ്. The concept here to spread the information to the customer via an event, a measure or spectacular surprising action associated with the brand. ശ്രദ്ധിക്കേണ്ട കാര്യം, ബസ് മാർക്കറ്റിങ്ങിലൂടെ പറയുന്നത് എന്താണ്, ഒരു ഇവൻറ്റിലൂടെ ഒരു സർപ്രൈസിങ് ആക്ഷനിലൂടെയൊക്കെ എന്ത് ചെയ്യും, ഒരു ബ്രാൻഡിനെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് എന്നുള്ളത് എക്സാമ്പിൾ പറയുന്നത് ഫോമിംഗ് ഓർ സപ്പോർട്ടിംഗ് നിഷെ കമ്മ്യൂണിറ്റീസ് ദാറ്റ് ആർ ലൈക്ലി ടു ഷെയർ ഇൻട്രസ്റ്റ് അബൌട്ട് ദി ബ്രാൻഡ്. ഒരു ബ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു നിഷെ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. സോ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ബ്രാൻഡുമായി ബന്ധപ്പെട്ട് ഫോറംസ് അതുപോലെയുള്ള കമ്മ്യൂണിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിലൂടെ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഈ മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് സാധ്യമാകുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഐഡൻറ്റിഫൈയിങ് കീ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഒപ്പീനിയൻ ലീഡേഴ്സ് ഹു ആർ ലൈക്ലി ടു ടോക്ക് അബൌട്ട് പ്രൊഡക്റ്റ് ആൻഡ് ഹാവ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. റെഫറൽ പ്രോഗ്രാംസ് ആണ് അടുത്തായിട്ട് വരുന്നത്. ക്രിയേറ്റിംഗ് ടൂൾസ് ദാറ്റ് എനാബിൾ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ടു റെഫർ ദെയർ ഫ്രണ്ട്സ്. എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ അയാൾക്ക് തങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള, റെഫർ ചെയ്യുവാനുള്ള ഒരു അവസരം കൊടുക്കുന്നതാണ് ഇത് റെഫറൽ പ്രോഗ്രാംസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ വൈറൽ മാർക്കറ്റിംഗ് ആണ് അടുത്തത്. ക്രിയേറ്റിംഗ് എൻ്റർടൈനിങ് ഓർ ഇൻഫോർമേറ്റീവ് മെസ്സേജസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ബി പാസ്ഡ് അലോങ് in an exponential fashion, often electronically or by email. എന്ത് ചെയ്യുന്നു, വൈറൽ മാർക്കറ്റിംഗ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വിവരം, ഒരു സർവീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, വൈറലാക്കുന്ന രീതിയാണ് ഇത്. അക്കോർഡിംഗ് ടു ദി സർവേ, കൊലബറി ഡി ഹാസ് ബിക്കം ദ ടോപ്പ് ഡൗൺലോഡഡ് ട്രാക്ക് ആൻഡ് മോസ്റ്റ് വൈറൽ വീഡിയോ. സോ അത്തരത്തിൽ എന്ത് ചെയ്യുക, ഒരു പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുക, നമുക്ക് വൈറലാക്കുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുമെന്നുള്ളതാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെ,
ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ളതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ആളുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, വൈറലാക്കുവാൻ സാധിക്കുന്നു. വൈറൽ മാർക്കറ്റിംഗ് രീതി അതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പീപ്പിൾ ഇൻഫ്ലുവൻസ് പീപ്പിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുകളെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യുന്നു, ആളുകളെ ബൈ ചെയ്യുന്നു. ഒരു ലൈഫിൽ തന്നെ എന്ത് ചെയ്യുന്നു, ലൈഫിലെ വ്യത്യസ്തമായ സിറ്റുവേഷനിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻ ദി കേസ് ഓഫ് ബൈയിങ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് പോലും എന്ത് ചെയ്യുന്നു, പീപ്പിൾ ഇൻഫ്ലുവൻസസ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. നത്തിങ് ഇൻഫ്ലുവൻസസ് പീപ്പിൾ മോർ ദാൻ എ റെക്കമെൻഡേഷൻ ഫ്രം എ ട്രസ്റ്റഡ് ഫ്രണ്ട്. വളരെ വിശ്വാസമുള്ള ഒരു ഫ്രണ്ടിൽ നിന്ന്, സുഹൃത്തിൽ നിന്നും കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്നാണ് പറയുന്നത്. എ ട്രസ്റ്റഡ് റെഫറൽ ഈസ് ദ ഹോളി ഗ്രെയിൽ ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ ഹോളി ഗ്രെയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രസ്റ്റഡ് റെഫറലിനെ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.